സർക്കാരിനെ നോക്കുകുത്തിയാക്കിയാണ് കേരള ലോട്ടറി ഓൺലൈൻ എന്ന പേരിൽ വ്യാജ ടിക്കറ്റ് വിൽപ്പന. ലോട്ടറി ഡയറക്ടറുടെ ഒപ്പ് പോലും വ്യാജമാണ്. ഡിസൈൻ അടക്കം എല്ലാം തട്ടിപ്പ്. ലോട്ടറി ഡയറക്ടറേറ്റ് അച്ചടിച്ച് വിൽക്കുന്ന എല്ലാ ടിക്കറ്റിന്റെയും എത്ര നമ്പർ സെറ്റ് വേണമെങ്കിലും വാങ്ങാൻ കിട്ടുന്ന ശുദ്ധ തട്ടിപ്പ്. ലോട്ടറി ഡയറക്ടറേറ്റ് അച്ചടിച്ച് വിൽക്കുന്ന ടിക്കറ്റാണ് എൻ്റെ കയ്യിലുള്ളത്, തിരുവോണം ബമ്പർ. ഇത് ഓൺലൈനായി വിൽക്കുന്നത്. ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാം. ലോട്ടറി ഡയറക്ടറേറ്റ് അച്ചടിച്ച ഈ ടിക്കറ്റിൽ ലോട്ടറി ഡയറക്ടറുടെ ഒപ്പൊന്ന് നോക്കൂ. ഇതാണ് ലോട്ടറി ഡയറക്ടറുടെ ഒപ്പ്. ഇനി ഓൺലൈനായി വാങ്ങിയ തിരുവോണം ബമ്പറിലെ ഡയറക്ടറുടെ ഒപ്പ് നോക്കൂ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ്. ഇത് മാത്രമല്ല വ്യത്യാസം, ഡിസൈനിലടക്കം വലിയ വ്യത്യാസമുണ്ട്. യഥാർത്ഥ ടിക്കറ്റിൽ മലയാളത്തിലാണ് 25 കോടി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഓൺലൈനായി വിൽക്കുന്ന ടിക്കറ്റിൽ 25 കോടി എന്ന് ഇംഗ്ലീഷിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 25 കോടി എന്ന് വൃത്താകൃതിയിലുള്ള ഒരു ഡിസൈനാണ്. ഇത് 25 കോടി എന്ന് ഇത്തരത്തിലാണ് ഒരു വൃത്താകൃതിയിൽ തന്നെ മറ്റൊരു ഡിസൈനിലാണ് ഓൺലൈനായി വിൽക്കുന്ന ടിക്കറ്റിൽ കാണപ്പെടുന്നത്. ഇനി ഡിസൈനിൽ മാത്രമല്ല, സമ്മാനത്തുകയിലും വലിയ വ്യത്യാസമാണ്, കബളിപ്പിക്കലാണ്. കാരണം ഒന്നാം സമ്മാനം 25 കോടി രൂപയാണ് കേരള സർക്കാരിൻ്റെ ഭാഗ്യക്കുറി നൽകുന്നത്. രണ്ടാം സമ്മാനം 1 കോടി രൂപയാണ്. കണ്ടോ? എന്നാൽ ഓൺലൈനായി വിൽക്കുന്നവർ ഒന്നാം സമ്മാനം 25 കോടി, രണ്ടാം സമ്മാനം 50 ലക്ഷം രൂപ, മൂന്നാം സമ്മാനമാണ് കേരള ലോട്ടറിയിൽ 50 ലക്ഷം രൂപ. ഇവിടെ മൂന്നാം സമ്മാനം 100 ലക്ഷം രൂപ, അതായത് 1 കോടി രൂപ. ഇവിടെയാണ് കബളിപ്പിക്കലിൻ്റെ തമാശ. കേരള ഭാഗ്യക്കുറി 1 കോടി രൂപ രണ്ടാം സമ്മാനമായി നൽകുമ്പോൾ ഇവിടെ രണ്ടാം സമ്മാനമായി നൽകുന്നത് 50 ലക്ഷം രൂപയാണ്. മൂന്നാം സമ്മാനമായി 1 കോടി രൂപയെ നൽകുന്നു. ഇതൊന്നും ഓൺലൈനായി ലോട്ടറി എടുക്കുന്നവർ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ കബളിപ്പിക്കപ്പെടുന്നവർ പുറത്തു പറയാനും മടിക്കുന്നു. കാരണം എവിടെ പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം? സമ്മാനം കിട്ടാൻ 50% സാധ്യതയെന്ന മോഹന വാഗ്ദാനത്തിൽ ആപ്പ് തുറക്കുമ്പോൾ തന്നെ സ്ഥിരം ഭാഗ്യാന്വേഷികൾ വീണ് കഴിയും. വിശ്വാസ്യത നൽകാൻ കേരള സർക്കാരിന്റെ ഔദ്യോഗിക ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പനയാണെന്ന സാക്ഷ്യപ്പെടുത്തലും. പകലന്തിയോളം ചോര നീരാക്കി സമ്പാദിക്കുന്നവരടക്കം ഇതോടെ ചൂതാട്ടത്തിന്റെ വലയിൽ അകപ്പെടുകയാണ്. ഭാഗ്യക്കുറി വകുപ്പ് ഏജന്റുമാർ മുഖേന വിൽക്കുന്ന ഈ ടിക്കറ്റുകളെല്ലാം ഈ ആപ്പിലും വാങ്ങാൻ കിട്ടും. നറുക്കെടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇവിടെയല്ല, ഇവിടെ ആപ്പിൽ ടിക്കറ്റ് കച്ചവടം പൊടിപൊടിക്കുകയാണ്. തിങ്കളാഴ്ച നറുക്കെടുക്കുന്ന വിൻവിൻ ലോട്ടറി ടിക്കറ്റ് എടുക്കുകയാണ്. കൊല്ലത്തെ ലോട്ടറി കടയിൽ വിൽക്കാനിട്ടിരിക്കുന്ന ടിക്കറ്റാണ്. 7915 അവസാനിക്കുന്ന നമ്പർ സെറ്റാണ്. അടിച്ചാൽ ഒരു ടിക്കറ്റിന് 5000 രൂപ വീതം കിട്ടും. കൊല്ലത്തെ കടയിലെ ടിക്കറ്റ് തന്നെ ഓൺലൈൻ ആപ്പിലും വാങ്ങാൻ നോക്കി. സംഗതിയുണ്ട്. ഓൺലൈനായി പണമടച്ച് 40 രൂപയുടെ 5 ടിക്കറ്റ് വാങ്ങി. നമ്മുടെ കേരള സർക്കാർ ടിക്കറ്റ് വരെ ഒരു ബന്ധമില്ല ഡിസൈനാണ് ഉള്ളത്. ഈ സാധാരണക്കാരായിരിക്കും ഓരോ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ അവരാണ് കൂടുതൽ ഈ വഞ്ചിക്കപ്പെടാൻ ചാൻസ് കൂടുതലും. പക്ഷെ അവർക്കൊരു കാരണവശാലും മനസ്സിലാവില്ല. സർക്കാർ വിൽക്കുന്ന ലോട്ടറിയിൽ ടിക്കറ്റ് വില 500 രൂപയാണ്. ഇവിടെയും ടിക്കറ്റ് വില 500 രൂപ തന്നെ. പക്ഷേ 28% GST അടയ്ക്കുന്നുണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഈ GST ആർക്കാണ് അടയ്ക്കുന്നത് എന്നൊന്നും ഒരു വ്യക്തതയുമില്ല. ഇതാരാണ് അടയ്ക്കുന്നത്? എന്താണ് ഇതിൻ്റെ സുതാര്യത? സംസ്ഥാന സർക്കാർ ഉത്തരം കണ്ടെത്തണം. ആരാണ് ഈ ഓൺലൈൻ ലോട്ടറി കച്ചവടം നടത്തുന്നത്? എവിടെ ഇരുന്ന്? കേരളത്തിനകത്തിരുന്നാണോ ലോട്ടറി മാഫിയയുടെ ഈ ക്രിമിനൽ പ്രവൃത്തികൾ? ഒരു ആപ്പ് പൂട്ടിക്കാൻ പോലും കഴിയാത്ത സർക്കാരുകളെയാണോ നമ്മൾ ഭരണമേൽപ്പിച്ചിരിക്കുന്നത്? ക്യാമറമാൻ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.